ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി ആനന്ദിനെ വിളിച്ചിരുത്തി ഒരുപാട് കാര്യങ്ങൾ ദേവിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ദേവിയെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും നിനക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ചിന്തയില്ലാതിരിക്കും അമ്മേ, അവൾ എൻ്റെ ഭാര്യയല്ലേ, പിന്നെ എൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. ചിന്തയുണ്ടെങ്കിൽ നീ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഞാൻ പിന്നെ എങ്ങനെ പെരുമാറണമെന്നാണ് അമ്മ പറയുന്നത്? എടാ, ഈ സമയത്ത് കുഞ്ഞിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാം. കുഞ്ഞിനും പുറം ലോകത്തെക്കുറിച്ച് ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് എങ്ങനെ അറിയാം പുറത്തുള്ള കാര്യങ്ങൾ? അതാ പറഞ്ഞത്, നമ്മളവർക്ക് നമ്മളിൽ കൂടെ, അച്ഛൻ്റെ അമ്മയിൽ കൂടെ അവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കണം. പാട്ടിൽ കൂടെയും കഥകളിൽ കൂടെയും ഒക്കെ നീ കുറച്ചുകൂടെ സമയം അവളുടെ കൂടെ ചിലവഴിക്കണം. അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ദേവിക്ക് കുറച്ചുകൂടെ സമാധാനവും ഒക്കെ കൊടുക്കുമ്പോഴാണ് ആ സ്നേഹം കൊടുക്കുമ്പോഴാണ് കുഞ്ഞിനും അത് കിട്ടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആനന്ദിന് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയാം, കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്നത് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ആവണം. അതിനെക്കുറിച്ച് പറയും, നിൻ്റെ ആഗ്രഹങ്ങൾ പറയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് കേൾക്കും. അങ്ങനെയാണ് വളർന്നു വരേണ്ടത് കുഞ്ഞുങ്ങൾ, അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ആനന്ദ് അതെല്ലാം ചെവി കൊള്ളുന്നുണ്ട് അമ്മ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് ആകാശ് കടയിലേക്ക് എത്തുന്നുണ്ട്. ഒത്തിരി ലേറ്റായിട്ടാണ് വരുന്നത്. ബാലൻ അവിടെ ഇല്ല. ആ സമയം രാമേട്ടൻ ചോദിക്കുകയാണ്, എടാ നീ ഇത്ര സമയമായി പോയിട്ട് നിന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞതല്ലേ ബാലൻ? പാവം ബാലൻ ഇപ്പം ആ പച്ചക്കറി കട അതിൻ്റെ കാര്യങ്ങളും നോക്കി, പിന്നെ ഡീലറേയും കാണാൻ പോയി. എന്തെല്ലാം ചെയ്തിട്ടാണ് വരേണ്ടത്? നിന്നെ കാത്തിരുന്ന് താമസിച്ചു. നീ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചത്? എൻ്റെ രാമേട്ടാ, ഞാനൊരു സ്ഥലത്ത് പോയി പെട്ടുപോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടുപോയോ? എങ്ങനെയാ? അല്ല, നീയേ ഇന്നാളൊരു ദിവസം പറഞ്ഞില്ലേ സ്വന്തമായിട്ട് നീ എവിടെയോ കട എടുത്തുവെന്നോ അഡ്വാൻസ് കൊടുത്തുവെന്നോ? അതൊക്കെ ഇപ്പം എന്തായടാ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയാം, അത് തന്നെയാണ് രാമേട്ടാ ഇപ്പോൾ കുഴപ്പമായിരിക്കുന്നത്. അതെ, ഞാനും അഡ്വാൻസ് ഒക്കെ കൊടുത്തിരുന്നല്ലോ. ഞാനും ആ ഓണറും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. 3 മാസത്തിനകം കട തുടങ്ങി പ്രവർത്തിച്ചോളാന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് പോവും. അപ്പോൾ ഇതുവരെ എനിക്കത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റിയില്ല. അതെന്താ നിന്നെക്കൊണ്ട് പറ്റാത്തത്? അല്ല, ലൈസൻസ് കിട്ടണ്ടേ? ഓരോ കാര്യങ്ങളും പറഞ്ഞ് തട്ടി നീങ്ങി പോവല്ലേ? അതൊന്ന് ശരിയായി കിട്ടിയിട്ട് വേണം ചെയ്യാനെന്ന് പറഞ്ഞ് ഇപ്പം ഇത്രയും ദിവസമായി. ഇനിയിപ്പോൾ ഈ 3 മാസത്തെ സമയവും കഴിയാറായി. അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ ഈ ഓടിക്കൊണ്ട് നടക്കുന്നത്. അറിയോ രാമേട്ടന്? പൈസ പോയതല്ലേ. അത് ശരി. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബാലൻ കയറി വരുക. ബാലൻ വന്നുടനെ ആകാശ് അവിടെ നിന്ന് എണീറ്റ് മാറിപ്പോവാണ് കേട്ടോ. അപ്പോൾ പറയണ്ട്, രാമേട്ടാ, ഇവിടെ ഓരോരുത്തരും എന്തിനാവോ ജോലിക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഇങ്ങനെ ചെയ്യേണ്ടതെങ്കിൽ ഇവരുടെയൊക്കെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ രാമേട്ടനോട് ചോദിക്കുക. പോട്ടെ ബാല, നീ വിട്ടുകളാ. എന്ത് വിട്ടുകളയാൻ? അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല. ഇവനെ കാത്ത് ഞാൻ എത്ര നേരമാണ് ഇവിടെ ഇരുന്നത്. ഇവനെന്താ ആളെ പറഞ്ഞ് പറ്റിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ആകാശത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം, നീ കുറേ നാളുകൊണ്ട് പറയുന്നല്ലോ ഒരു കട തുടങ്ങുന്നു, സ്വന്തമായിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അവിടെ തുടങ്ങുന്നൊക്കെ. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ആയോടാ? അത് ഒന്നും ആയില്ല. നിന്നെക്കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഒന്നിനും കൊള്ളത്തില്ല. എന്നിട്ടും പറഞ്ഞ് വലിയ വീരവാദം പറഞ്ഞവൻ നടക്കുന്നു. നിന്നെ എരികേറ്റാൻ നിൻ്റെ പുറകെ കുറച്ച് ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീയാണെങ്കിൽ കുരങ്ങന്മാർ ചൂട് കണ്ടതുപോലെ നീ അവരുടെ പുറകെ ഇങ്ങനെ കിടന്ന് വാലാട്ടിക്കൊണ്ട് നടക്കുന്നു. അത്ര തന്നെ. അല്ലാതെ നിന്നെക്കൊണ്ട് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള കഴിവില്ല, ഒന്നുമില്ല. നിന്നെ മറ്റുള്ളവർ ഉപയോഗിക്കുകയാണെന്നുള്ള ചിന്ത പോലുമില്ല. എടാ, ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ ചിന്താശേഷി വേണം. അങ്ങനെ ഒരു സാധനം നിനക്കൊണ്ടോടാ? ഇല്ല, നീ ഒരു കാലത്ത് നീ നന്നാവാനും പോകുന്നില്ല. പിന്നെ നീ ഒരു കാര്യം ആലോചിച്ചോ? നിന്നെയൊക്കെ ആശ്രയിച്ച ഞാൻ ഇരിക്കുന്നെന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഗോമതി സ്റ്റോർ ബാലൻ ഈ സ്ഥാപനം തുടങ്ങിയത് ഒറ്റയ്ക്കാണ്, അന്നും ഇന്നും. ഈ ഒറ്റയ്ക്ക് തന്നെ ഇനി ജീവിതകാലം മുഴുവനും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. നിൻ്റെയൊക്കെ ഒരുത്തന്മാരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. പിന്നെ അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ ഗോമതി സ്റ്റോറിൽ കൃത്യമായിട്ട് വരെയും പോവുകയും ജോലി ചെയ്യുകയും ചെയ്യണമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇവിടെ ജോലി ചെയ്യാൻ ഞാൻ ആരെയും നിർബന്ധിക്കില്ല എന്ന് ബാലൻ പറയുമ്പോൾ ദേഷ്യം വന്ന് ആകാശ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. മീനാക്ഷി ആണെങ്കിൽ വീട്ടിലിരുന്ന് ആകാശിനെ പലതവണ വിളിക്കുന്നുണ്ട്. ആകാശ് ഫോൺ എടുക്കുന്നില്ല. ആ ടെൻഷനിലാണ്. ആ സമയത്ത് സുകന്യ ചൊറിച്ചിലായ കാരണം അപ്പുറത്തെ രാജശ്രീ കൊടുത്തൊരു ക്രീമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് രാത്രി. ആ സമയത്ത് ധർമ്മൻ അങ്ങനെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ സുകന്യെ കണ്ട ആകെ പേടിക്കാട്ടോ. മൊത്തം ഒരുമാതിരി എന്തൊക്കെയോ വലിച്ച് കുത്തി വച്ചിരിക്കുന്ന പോലെ. അങ്ങനെ അയ്യോ പ്രേതം ഒന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക. ഇത്രയും മീനാക്ഷിയും കൂടെ, എന്താ മാമ എന്താ? എടി, എൻ്റെ റൂമിലൊരു പ്രേതോ? ദേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ സുകന്യയാണ് നിൽക്കുന്നത്. ഇത് സുകന്യ ചേച്ചിയല്ലേ? സുകന്യ ചേച്ചിയായിരുന്നോ? പിന്നെ നീ എന്താ ഇങ്ങനെ? അപ്പോഴാണ് മീനാക്ഷി ശ്രദ്ധിക്കുന്ന കേട്ടോ, മുഖത്തൊക്കെ ഇങ്ങനെ. എന്താണ് ഇത്? അല്ല, ഇത് ഞാനൊരു ക്രീം ഇട്ടതാണ്, നൈറ്റ് ക്രീമില്ലേ, അലർജി കാരണം. എന്തലർജി? ഇതെങ്ങനെയാണ് വന്നത്? എനിക്കറിയില്ല.
അപ്പോൾ ധർമ്മനോട് മീനാക്ഷി പെട്ടെന്ന് പറയുന്നുണ്ട്, ഈ അലർജി സൂക്ഷിക്കണം, എത്രയും വേഗം വച്ചുകൊണ്ടിരിക്കാതെ ആശുപത്രി കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ സുകന്യ പെട്ടെന്ന് ഞെട്ടിപ്പോവാ. ഹോസ്പിറ്റലിൽ പോയി അവർ ചോദിക്കില്ലേ ഇത് എന്താ എങ്ങനെയെന്നൊക്കെ പറഞ്ഞല്ലേ പറ്റൂ. ഞാനാണ് ഇതിന് ഉത്തരവാദിയെന്ന് എങ്ങനെ തുറന്നു പറയും? ഇനിയിപ്പം ഇവരുടെ മുന്നിൽ പിടിച്ചു നിന്നേ പറ്റൂ. അല്ല, രാവിലെ വരെ സുകന്യ ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ആ മഞ്ഞൾ വെള്ളം ദേഹത്ത് ഒഴിച്ചതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ വന്നത്. അതെനിക്ക് എന്തോ അലർജി ആയതെന്നാണ് തോന്നുന്നത്. എന്ത് അലർജി? മഞ്ഞ എന്ന് വീണ ആർക്കും ഒരു അലർജിയും വരില്ല. അപ്പോൾ പറയണേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നേ, എനിക്ക് ആശുപത്രി പോകണ്ട എന്നും പറഞ്ഞു ഓടിപ്പോയി മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി വരും. ആ ക്രീമെല്ലാം കഴിഞ്ഞ് കണ്ടോ എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒരു കുഴപ്പമില്ല, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുകന്യ അകത്ത് പോയി വീണ്ടും ചൊറിയാൻ തുടങ്ങി. ദൈവമേ, ക്രീമും ഇടാൻ പറ്റുന്നില്ല, ആശുപത്രിയിലും പോകാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ലല്ലോ എന്നും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു അവിടെ മിത്ര മീനാക്ഷിയോട് സംശയം പറയാം, ചേച്ചി ഇവിടെ എന്തു പരിപാടി നടന്നിട്ടുണ്ട്? എന്താ നിനക്ക് രാവിലെ ആ മഞ്ഞൾ വെള്ളം ദേഹത്ത് വീഴുന്നവർ അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, അതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ സുകന്യ ചേച്ചി എന്തെങ്കിലും തരികടപ്പണി ഒപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് മാത്രം ഇങ്ങനെ വരാനായിട്ട്. എൻ്റെ പൊന്നും മിത്രേ, നിൻ്റെ ഈ CBI പോലീസ് ചോദ്യങ്ങളും ഒക്കെ ട്രെയിനിങ് നടക്കുന്നല്ലേ ഉള്ളൂ, അതൊക്കെ കഴിയട്ടെ, ഇപ്പം നീ അതൊക്കെ നിർത്തി വെക്കുക കേട്ടോ എന്നെല്ലാം പറഞ്ഞ് മീനാക്ഷി കളിയാക്കാണ്. അതൊക്കെ കഴിഞ്ഞു ആനന്ദ് കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് ദേവി ഉറങ്ങിയിട്ടുണ്ട്. ചെന്ന് ദേവി ഒന്ന് നോക്കുക. അപ്പോഴാണ് അമ്മ പറയണ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്. അമ്മ എന്താ പറഞ്ഞ് കുഞ്ഞിന് വേണ്ടുന്ന സന്തോഷം ഒക്കെ കൊടുക്കണമെങ്കിൽ അമ്മയിൽ കൂടെ വേണം അത് കൊടുക്കാനായിട്ടെന്നും, ഇപ്പോൾ നല്ല നല്ല പാട്ടുകളും കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്താലേ കുഞ്ഞിൻ്റെ ഭാവിയും ഇപ്പോഴേ അതൊക്കെ നിർണ്ണയിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ പറയല്ലേ. അതൊക്കെ ഓർത്തെടുത്ത് നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്ന് വയറിലേക്ക് കൈ വെച്ചിട്ട് ഒരു പാട്ട് അങ്ങോട്ട് പാടുവാട്ടോ. ദേവി ഞെട്ടി അങ്ങോട്ട് ഉണരുണ്ട്. അയ്യോ, ഇവിടെ ആരാ കരഞ്ഞത്? കരഞ്ഞതോ? ഞാനാ. എന്തിനാ പാടിയതാടി? എന്തിനാ ഇപ്പം ഈ രാത്രി പാടിയത്? അതെ, നമ്മുടെ കുഞ്ഞിന് പാട്ടൊക്കെ കേട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ ഒരു ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അതിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അത് ശരി, അതിന് ഇങ്ങനെയുള്ള പാട്ടൊക്കെ പ്രമദവനമൊക്കെയാണ് പാടുന്നത് കേട്ടോ. അതൊക്കെ പാടിയാലേ കുഞ്ഞിന് മനസ്സിലാവോ? അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം, വേറൊരു പാട്ട് പാടാം എന്നും പറഞ്ഞു വേറെ ഒരു പാട്ട് പാടും കേട്ടോ. കണ്ണാന്നും പറഞ്ഞുകൊണ്ട്, കണ്ണൻ ഉണ്ണിയെന്നും പറഞ്ഞിട്ടൊരു പാട്ട് പാടുവാണ്. അപ്പോൾ വീണ്ടും കുറച്ച് പാടിയിട്ട് നിർത്തുകയാണ്. അപ്പോൾ ദേവി ചോദിക്കണം, എന്തേ നിർത്തിയത്? അല്ല, ജനിക്കാൻ പോണത് ഇനി പെൺകുട്ടിയാണെങ്കിലേ അതിനിനി വിഷമാവില്ലേ? എന്നെ ഇങ്ങനെ പറഞ്ഞ കണ്ണനുണി എന്നൊക്കെ വിളിച്ചിട്ടാണോ, ആണുങ്ങളുടെ പേര് പറഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞ് ഇനി വിഷമിക്കണ്ടല്ലോ, അതുകൊണ്ടാണേ ഞാൻ നിർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ദേവിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴും വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. ആനന്ദ് കുറേ മാറിയിട്ടുണ്ടെന്ന് ദേവിക്ക് നന്നായിട്ട് മനസ്സിലായി. ആനന്ദിൻ്റെ സ്നേഹം തിരിച്ച് കിട്ടുവാണെന്നും ദേവിക്ക് മനസ്സിലായി കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്